വയനാട്ടിലെ തിരുനെല്ലി SA-UP സ്കൂളിന് മാതൃഭൂമി ദുബായ് ക്ലബ് FM-ന്റെ കൈത്താങ്ങ്. കാട്ടിൽ ഒരു ക്ലാസ് മുറി പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ പുതിയ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചു. വിദ്യാർത്ഥികൾക്കായി വാട്ടർ പ്യൂരിഫയറും സ്കൂൾ ലൈബ്രറിക്കായി പുസ്തകങ്ങളും കൈമാറി. തിരുനെല്ലിയുടെ ഗ്രാമഭംഗിയിലേക്ക് ടൺ കണക്കിന് ഫണ്ടുമായി മാതൃഭൂമി ദുബായ് ക്ലബ് FM 99.6 എത്തി. തിരഞ്ഞെടുക്കപ്പെട്ട ശ്രോതാക്കളും സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളും സംഘത്തിലുണ്ടായിരുന്നു. കാട്ടിലൊരു ക്ലാസ് മുറി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഓപ്പൺ ഓഡിറ്റോറിയം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PN ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കായി വാട്ടർ പ്യൂരിഫയറും സ്കൂൾ ലൈബ്രറിക്ക് പുസ്തകങ്ങളും കൈമാറി. പോലുള്ള ഒരു ഓഡിറ്റോറിയം നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയും തന്നെ ഇല്ല. അന്നേരം അത് ഇങ്ങനെ നമ്മുടെ സ്കൂളിലേക്ക് ക്ലബ് FM-ന്റെ നേതൃത്വത്തിൽ കിട്ടിയത് വലിയൊരു സന്തോഷമാണ്. ഒരുമിച്ച് കൂടാനും എല്ലാവർക്കും ഒത്തുചേർന്നിരിക്കാനും, നേരത്തെ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് മഴയൊന്നും കൊള്ളാതെ ഒരു അസംബ്ലി കൂടാനും ഒക്കെ വലിയ ഉപകാരപ്രദമായ ഒരു സംവിധാനം തന്നെയാണ്. ഗൾഫ് മേഖലയിലെ വിവിധ ബിസിനസ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് സ്കൂളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണം. ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ST ക്ലാസ്സിലെ കുട്ടികളാണ് ഇവിടെ കൂടുതലും ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനും അതുപോലെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിച്ചതിൻ്റെ പേരിൽ മാതൃഭൂമിക്കും അതുപോലെ തന്നെ ക്ലബ് FM-നും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസൻ TNT ആശുപത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. തുടർ ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് ആശുപത്രിയിൽ സൗജന്യ ചികിത്സയും നൽകും. മാതൃഭൂമി ന്യൂസ്, വയനാട്.